നമസ്കാരം. സർവേ ഫലങ്ങൾ എപ്പോഴും നമുക്ക് ചിരിയുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ അല്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ ഫലങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മഹായുതിയിലെ മുന്നണിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ അതിശയമുണ്ടാകും. കാര്യം ഇതുവരെ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അജിത് പവാർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് നിങ്ങൾ BJP-ക്കാർ പ്രധാനമന്ത്രിയോ ആരും ഈ ഭാഗത്തേക്ക് വരരുത്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ റോഡ് ഷോയുമായി ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇതുവരെയായും നിലവിൽ അവരുടെ തർക്കങ്ങൾക്ക് പരിഹാരം ആയിട്ടില്ല മഹായുതിയിലുള്ള ഘടകകക്ഷികളുടെ. അതായത് ഷിൻഡെ വിഭാഗം ശിവസേനയുണ്ട്, അജിത് പവാറിൻ്റെ NCP ഉണ്ട്, പിന്നെ BJP. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് അവിടുത്തെ മഹായുതി എന്ന് പറയുന്ന മുന്നണി. അപ്പം ഇത് മൂന്നും കൂടി ചേരുന്നിടത്ത് ഇതുവരെ സീറ്റ് വിഭജനം കൃത്യമായിട്ടില്ല. അവിടെ സീറ്റിൻ്റെ കാര്യത്തിൽ തമ്മിലടി തീർന്നിട്ടില്ല. ഇവിടെ NCP-യിലുള്ള പലരെയും അവിടെ മത്സരിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് BJP അതിന് ഇടംകോലിടുകയാണ്. അപ്പോൾ പറഞ്ഞു അവസാനം പ്രധാനമന്ത്രി എൻ്റെ മണ്ഡലത്തിൽ കാല് കുത്തിപ്പോകരുതെന്ന് അജിത് പവാർ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു. എന്നിട്ടിപ്പോൾ പുതിയ സർവേ ഫലങ്ങൾ വരുമ്പോൾ മഹായുതി തന്നെ ഭരണത്തുടർച്ചയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഏത് തരത്തിലുള്ള സർവേ ആണ് നമുക്കറിയില്ല. എങ്കിൽ പോലും 145 മുതൽ 165 വരെ സീറ്റുകളായിരിക്കും മഹായുതി നേടാൻ പോകുന്നത് എന്നാണ് പുതിയ സർവേ ഫലം വരുന്നത്. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന, അതായത് കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെയുടെ ശിവസേന, ശരത് പവാറിൻ്റെ NCP, ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികളുടെ ചേരുന്നതാണ് മഹാവികാസ് അഘാഡി, MVA എന്ന് പറയും. ഈ മഹാവികാസ് അഘാഡി അവിടെ പിടിക്കാൻ പോകുന്ന 106 മുതൽ 120 സീറ്റ് വരെ മാത്രമേ പിടിക്കാൻ സാധ്യതയുള്ളൂ എന്നും ഈ സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു. നമുക്കറിയാം സർവേ ഫലങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഹരിയാനയിൽ അടക്കമുള്ള പലതും നമ്മൾ കാണുകയും ചെയ്തതാണ്. എല്ലാ സർവേ ഫലങ്ങളെയും അവിടെ ഹരിയാനയിൽ നിലംപരിശാക്കിക്കൊണ്ടാണ് അവിടെ BJP നേടിയത് എന്ന് നമുക്കറിയാം ഹരിയാന തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ സർവേ ഫലങ്ങളെ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇവർ കണക്ക് വിടുന്നത് ഏകദേശം BJP പ്രാദേശികമായി ഭയങ്കര പിന്തുണ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ സർവേ ഫലം അനുസരിച്ച് നോക്കുമ്പോൾ ഈ 145 മുതൽ 165 സീറ്റ് വരെ പിടിക്കുമ്പോൾ BJP-യുടെ വോട്ടെന്ന് പറയാൻ 47% വോട്ടിംഗ്. അവർക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടിൻ്റെ ശതമാനക്കണക്കെന്ന് പറയാൻ 47% വോട്ട് മഹായുതിക്ക് നേടാൻ സാധിക്കും. അതേസമയം 41% വോട്ട് മാത്രമേ കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡിക്ക് നേടാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ BJP പല ഭാഗങ്ങളിലും ശക്തമായി തുടങ്ങിയിരിക്കുന്നു. പ്രാദേശികമായി പല ഭാഗങ്ങളിലും പിന്തുണ നേടിക്കൊണ്ടിരിക്കുകയാണ് BJP. ആ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ പശ്ചിമ മഹാരാഷ്ട്രയിൽ ഏകദേശം BJP-ക്ക് നേടാൻ സാധ്യതയുള്ളത് 48% വോട്ടുകളാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വിദർഭ മേഖലയിൽ ഏകദേശം അതേപോലെ തന്നെ 48% വോട്ട് നേടാൻ സാധിക്കും. താനെ കൊങ്കൺ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം BJP ഉണ്ടാക്കിയിരിക്കുന്നത്. 52% വോട്ടുകൾ നേടാൻ സാധിക്കും എന്ന് മെട്രിക്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ സർവേ ഫലങ്ങൾ അങ്ങനെയാണ്. ഇനി നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസും പല ഭാഗങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം അത് വടക്കൻ മഹാരാഷ്ട്രയിൽ 47% വോട്ടിൻ്റെ നേട്ടം മാത്രമായിരിക്കും, വോട്ടുകൾ മാത്രമായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക. അതോടൊപ്പം മറാത്ത്വാഡയിൽ 44% മാത്രമേ വോട്ടുകൾ നേടാനുള്ള സാധ്യത മഹാവികാസ് അഘാഡിക്കുണ്ട്, അത് കോൺഗ്രസിനുണ്ടാവുകയുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു തുക എന്ന് പറയുമ്പോൾ അവിടെ മഹായുതി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഈ കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡി മുന്നണി അവിടെ വീണ്ടും പ്രതിപക്ഷത്തേക്ക് തന്നെ പോകാനാണ് എല്ലാ സാധ്യതകളും തെളിയുന്നു. നമുക്കറിയാം ഏത് തരത്തിലാണ് ഇവിടെ പല സ്ഥാനാർത്ഥികൾക്കുമെതിരെ BJP-ക്കാർ തന്നെ, അതാ അജിത് പവാറിൻ്റെ NCP-യിലെ പല നേതാക്കൾക്കുമെതിരെ BJP-ക്കാർ തന്നെ പറയുന്നത് തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ അധോലോക ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പലരെയും ഒഴിവാക്കണം എന്നൊരു ആവശ്യം കൂടി അവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം മഹാവികാസ് അഘാഡി ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP-യെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മാറ്റം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങളെ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ BJP ഭരിക്കുന്ന BJP നയിക്കുന്ന ഈ മഹായുതി സർക്കാർ തന്നെയായിരിക്കും മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരിക. മറിച്ചാണെങ്കിൽ ഈ പറയുന്ന സർവേ ഫലങ്ങളെ നമുക്ക് തള്ളിക്കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഹാവികാസ് അഘാഡിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. തന്നെയുമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിൽ അമ്പേ പരാജയപ്പെട്ട ഒന്നാണ് BJP എന്ന് നമുക്കറിയാം.
അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കർഷക ആത്മഹത്യകൾക്ക് വേണ്ടിയിട്ട് BJP സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഏകദേശം 20,000-ത്തിലധികം കർഷക ആത്മഹത്യകൾ മഹാരാഷ്ട്രയിൽ മാത്രമായിട്ടുണ്ടായി എന്നുള്ള കണക്കുകളും വരുന്നുണ്ട്. അപ്പം ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തിമ അവലോകനത്തിലേക്ക് മഹാരാഷ്ട്രയിൽ എത്തിച്ചേരാൻ കഴിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.